എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് 2026 ജനുവരി മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. 2026 ജനുവരി മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ആദ്യ പോയിന്റ്, പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്ത രാജ്യം ഏതാണ്? കിരിബാത്തി എന്ന് പറഞ്ഞ ഒരു ദ്വീപാണ് കേട്ടോ, ദ്വീപ് രാഷ്ട്രമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്ത രാജ്യം ഏതാണ്? കിരിബാത്തി. ഈ കിരിബാത്തിയെ ക്രിസ്തുമസ് ദ്വീപ് എന്നും അറിയപ്പെടുന്നു കേട്ടോ, പഠിച്ചു വെക്കുക. പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്ത രാജ്യം ഏതാണ്? കിരിബാത്തി അഥവാ ക്രിസ്തുമസ് ദ്വീപ്. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത MRI സ്കാനർ വികസിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? വോക്സൽ ഗ്രിഡ്സ് ആണ് കേട്ടോ, വോക്സൽ ഗ്രിഡ്സ് ആണ്, പഠിച്ചു വെച്ചോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത MRI സ്കാനർ വികസിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? വോക്സൽ ഗ്രിഡ്സ്. അടുത്ത പോയിന്റ്, വേദന സംഹാരിയായ നിമുസലൈഡ് എത്ര അളവിൽ കൂടുതൽ അടങ്ങിയ മരുന്നുകളുടെ ഉൽപാദനം, വിൽപ്പന, വിതരണം എന്നിവയാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ചത്? 100 mg ആണ് കേട്ടോ, 100 മില്ലിഗ്രാം ആണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. വേദന സംഹാരിയായ നിമുസലൈഡ് എത്ര അളവിൽ കൂടുതൽ അടങ്ങിയ മരുന്നുകളുടെ ഉൽപാദനം, വിൽപ്പന, വിതരണം എന്നിവയാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ചത്? 100 mg ആണ്, 100 mg. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് കേട്ടോ. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. പുതുവർഷത്തിൽ US-ൽ വീശിയടിച്ച ശീത കൊടുങ്കാറ്റ് ഏതാണ്? എസ്രയാണ് കേട്ടോ, എസ്ര കൊടുങ്കാറ്റാണ്. അപ്പൊ എന്താണ്? പുതുവർഷത്തിൽ US-ൽ വീശിയടിച്ച ശീത കൊടുങ്കാറ്റ് ഏതാണ്? എസ്ര. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് കോളേജ് ക്യാമ്പസുകളിൽ നടത്തുന്ന ബോധവൽക്കരണ പദ്ധതി ഏതാണ്? കനൽ. അപ്പൊ എന്താണ്? സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് കോളേജ് ക്യാമ്പസുകളിൽ നടത്തുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് കനൽ. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ട് ഏതാണ്? കൊൽക്കത്ത ടു ഗുവാഹത്തിയാണ് കേട്ടോ, കൊൽക്കത്ത മുതൽ ഗുവാഹത്തി വരെ. അപ്പൊ എന്താണ്? രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ട് ഏതാണ്? കൊൽക്കത്ത ടു ഗുവാഹത്തി. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസ് ലഭിച്ചതാർക്കാണ്? അഞ്ജന മേനോനാണ് കേട്ടോ, അഞ്ജന മേനോനാണ്. കൃതി ഏതാണ്? റോസമ്മാസ് ബോയ് എന്ന് പറഞ്ഞ കൃതിക്കാണ്. അപ്പോൾ ഒന്നുകൂടെ പഠിച്ചു വെക്കുക. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസ് ലഭിച്ചതാർക്കാണ്? അഞ്ജന മേനോൻ. കൃതി ഏതാണ്? റോസമ്മാസ് ബോയ്. അടുത്ത പോയിന്റ്, കേരളം രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 4 മുതലാണ്. ഇനി എല്ലാ വർഷവും ജനുവരി 4 എന്താണ്? നമ്മുടെ കേരള രജിസ്ട്രേഷൻ ദിനമാണ്. അപ്പൊ കേരളം രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 4 അത് ആചരിക്കാൻ കാരണം എന്താണ്? 1865 ജനുവരി 4 കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സംസ്ഥാനത്തെ ആദ്യ രജിസ്ട്രേഷൻ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. കേരളം രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഇനി മുതൽ? ജനുവരി 4 മുതൽ. ജനുവരി 4 കേരള രജിസ്ട്രേഷൻ ദിനം. കാരണം എന്താണ്? 1865 ജനുവരി 4 കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സംസ്ഥാനത്തെ ആദ്യ രജിസ്ട്രേഷൻ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം. അടുത്ത പോയിന്റ്, ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന്റെ ടാബ്ലോയുടെ പ്രമേയം എന്താണ്?
100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും അതുപോലെ തന്നെ കൊച്ചി വാട്ടർ മെട്രോയുമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന്റെ ടാബ്ലോയുടെ പ്രമേയം എന്താണ്? 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയുമാണ്. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞം ഏതാണ്? അശ്വമേധമാണ് കേട്ടോ, അശ്വമേധം. അപ്പൊ ഈ അടുത്തിടെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞം ഏതാണ്? അശ്വമേധമാണ്. രാജ്യത്തെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പൊ കണക്ട് ചെയ്തോണെ, നമ്മുടെ കേരളമാണ് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. അടുത്ത പോയിന്റ്, അടുത്തിടെ വന്ന റിപ്പോർട്ട് പ്രകാരമാണ് രാജ്യത്തെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം കേരളമായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ റെയിൽവേ മ്യൂസിയം ആകാൻ തീരുമാനിച്ച ചരിത്ര സ്മാരകം ഏതാണ്? ചീന കൊട്ടാരം, കൊല്ലമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ റെയിൽവേ മ്യൂസിയം ആകാൻ തീരുമാനിച്ച ചരിത്ര സ്മാരകം ഏതാണ്? ചീന കൊട്ടാരം, കൊല്ലത്താണ്. അടുത്ത പോയിന്റ് നോക്കാം. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന വായ്പാ നയത്തിന് സമാനമായ പരിഷ്കാരവും സഹകരണ മേഖലയിൽ പുതിയ വായ്പാ നയവും നടപ്പിലാക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പൊ എന്താണ്? വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന വായ്പാ നയത്തിന് സമാനമായ പരിഷ്കാരവും സഹകരണ മേഖലയിൽ പുതിയ വായ്പാ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനവും നമ്മുടെ കേരളമാണ്. അടുത്ത പോയിന്റ്, മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം ഏതാണ്? നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ് കേട്ടോ, വിഴിഞ്ഞം തുറമുഖമാണ്. അപ്പൊ എന്താണ്? മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. അടുത്ത പോയിന്റ് നോക്കാം. വനങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന മഞ്ഞക്കൊന്ന ഉൾപ്പെടെയുള്ള അധിനിവേശ സസ്യങ്ങളെ ജനപങ്കാളിത്തത്തോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ മഞ്ഞക്കൊന്ന. അപ്പൊ എന്താണ് മിഷൻ മഞ്ഞക്കൊന്ന എന്ന് പറഞ്ഞാൽ? എന്താണ്? വനങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന മഞ്ഞക്കൊന്ന ഉൾപ്പെടെയുള്ള അധിനിവേശ സസ്യങ്ങളെ ജനപങ്കാളിത്തത്തോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ മഞ്ഞക്കൊന്ന. അടുത്ത പോയിന്റ് നോക്കാം. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണ്? നമ്മുടെ എറണാകുളം ജില്ലയാണ് കേട്ടോ. എറണാകുളം ജില്ലയാണ്. നമുക്കറിയാം അവിടെയാണ് ഇൻഫോ പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റാർട്ടപ്പ് കൂടുതലും വരാൻ സാധ്യത എവിടെ ആയിരിക്കും? എറണാകുളം ജില്ലയിലല്ലേ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോണേ. അപ്പൊ എന്താണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. 2026 ജനുവരിയിൽ ഡച്ച് കോളനി വാഴ്ചക്കാലത്തെ നിയമങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പുതിയ പീനൽ കോഡ് നടപ്പിലാക്കിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ് കേട്ടോ. ഇന്തോനേഷ്യയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്താണ്? 2026 ജനുവരിയിൽ ഡച്ച് കോളനി വാഴ്ചക്കാലത്തെ നിയമങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പുതിയ പീനൽ കോഡ് നടപ്പിലാക്കിയ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. തിരുവിതാംകൂർ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ പദ്ധതിയായ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കനകക്കുന്ന് കൊട്ടാരത്തിലാണ് കേട്ടോ. അപ്പൊ തിരുവിതാംകൂർ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ പദ്ധതിയായ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. ഹൈഡ്രജൻ ട്രെയിൻ ഓടുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എവിടെയാണ്? ഹരിയാനയാണ് കേട്ടോ. ഹൈഡ്രജൻ ട്രെയിൻ ഓടുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എവിടെയാണ്? ഹരിയാന. രാജ്യാന്തര കുളവാഴ കോൺഫറൻസിന് വേദിയാകുന്നത് കൊച്ചിയിലാണ് കേട്ടോ. അപ്പൊ രാജ്യാന്തര കുളവാഴ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ്? കൊച്ചി.
2026 ജനുവരിയിൽ നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് മുഖ്യ അതിഥി ആരാണ്? സുനിത വില്യംസ് ആണ് കേട്ടോ. സുനിത വില്യംസ് ആണ്. അപ്പൊ നമുക്കറിയാം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് അഥവാ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും KLF നടക്കുന്നത് നമ്മുടെ കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് ബീച്ചിലാണ് KLF നടക്കുന്നത്, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. അപ്പൊ 2026 ജനുവരിയിൽ നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ മുഖ്യ അതിഥി ആരാണ്? സുനിത വില്യംസ് ആണ്. അടുത്ത പോയിന്റ്, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചതാർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. അപ്പോൾ എന്താണ്? മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചതാർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. വെനസ്വേലയുടെ ഇടക്കാല ചുമതല ഏറ്റെടുത്ത വൈസ് പ്രസിഡന്റ് ആരാണ്? ഡെൽസി റോഡ്രിഗസ് ആണ് കേട്ടോ. നമുക്കറിയാം വെനസ്വേല സർക്കാരിനെ അട്ടിമറിച്ച് അമേരിക്ക അവിടെ ഒരു ഇടക്കാല ഗവൺമെന്റിന് അധികാരം നൽകിയിരുന്നു. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ വെനസ്വേലയുടെ ഇടക്കാല ചുമതല ഏറ്റെടുത്ത വൈസ് പ്രസിഡന്റ് ആരാണ്? ഡെൽസി റോഡ്രിഗസ് ആണ് കേട്ടോ. അടുത്ത പോയിന്റ്, വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിൽ പകുതി പെൻഷൻ ഉറപ്പു നൽകുന്ന പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട്. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ സ്കൂളിലും വീട്ടുപരിസരങ്ങളിലും കളിക്കൂട്ടമൊരുക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹം പദ്ധതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ്? കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ സ്കൂളിലും വീട്ടുപരിസരങ്ങളിലും കളിക്കൂട്ടമൊരുക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹം പദ്ധതി. അടുത്ത പോയിന്റ്, രണ്ടാം ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് 2026 വേദി എവിടെയാണ്? ദാമൻ ദ്വീപിലാണ് കേട്ടോ. ദാമൻ ദ്വീപിലാണ്. അപ്പൊ രണ്ടാം ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് 2026 വേദി ദാമൻ ആൻഡ് ദ്വീപിലാണ്. അടുത്തത് നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് കറണ്ട് അഫയേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ? ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ബാച്ച് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ബിവറേജ് LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ഏതാണ് കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ എക്സാംസ്, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ എക്സാംസ്, സിവിൽ എക്സൈസ് ഓഫീസർ എക്സാംസ് എന്ന് തുടങ്ങി 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. ആ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡഡ് സെക്ഷൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതാണ് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് വരുന്നത്. പിന്നെ PDF നോട്ട്സ്, നമ്മൾ എടുക്കുന്ന ക്ലാസ്സിന്റെ എല്ലാ PDF നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലൂടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റിവിഷൻ ബേസ്ഡ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. 6 മാസമാണ് വാലിഡിറ്റി വരുന്നത്. അത് വെറും 200 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിച്ചു പോകാൻ സാധിക്കും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ. അപ്പോൾ ഇതിന്റെ അഡ്മിഷനും കാര്യങ്ങളും തിരക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ നമ്പർ ഒന്നുകൂടെ പറയാം. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ടും കറണ്ട് അഫയേഴ്സ് പഠിച്ച് തന്നെ പോവാം. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകുന്ന ഒരു ബാച്ചാണ്. മാക്സിമം നമ്മുടെ കൂട്ടുകാരെന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 100% നമ്മൾ ഉറപ്പ് വരുന്നു ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ എന്താണ് കറണ്ട് അഫയേഴ്സിൽ ഒരു 99% മാർക്ക് നമ്മുടെ ബാച്ചിൽ നിന്ന് ചോദിക്കും. അത് ആ രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത ഇതിനു മുമ്പേ നമ്മൾ ബാച്ചസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഇനിയും ഉണ്ടെങ്കിൽ ഇനി വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ്സ് നോക്കാം. 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? കൊച്ചിയാണ് കേട്ടോ. 38ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ്? കൊച്ചിയാണ്. അതുപോലെ തന്നെ IPL സംപ്രേഷണത്തിന് അനിശ്ചിത കാലത്തേക്ക് വിലക്കേർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. IPL സംപ്രേഷണത്തിന് അനിശ്ചിത കാലത്തേക്ക് വിലക്കേർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായതാരാണ്? മോഹൻലാലാണ് കേട്ടോ. സിനിമാ നടനായിട്ടുള്ള മോഹൻലാലാണ്. അപ്പൊ എന്താണ്? KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായതാരാണ്? മോഹൻലാലാണ്.
2026 52ാമത് G7 ഉച്ചകോടി വേദി എവിടെയാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. 2026 52ാം G7 ഉച്ചകോടി വേദി ഫ്രാൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ചേരിരഹിത നഗരമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? സൂറത്തിലാണ് കേട്ടോ, സൂറത്ത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ചേരിരഹിത നഗരമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? സൂറത്താണ്. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാവുന്ന ആദ്യ വ്യക്തി ആരാണ്? ആന്റണി രാജുവാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ്? കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാവുന്ന ആദ്യ വ്യക്തി ആന്റണി രാജുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI ക്ലിനിക് അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലിനിക് ഏതാണ്? ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഗ്രേറ്റർ നോയിഡയിലെ ഉള്ള ആണ്. അപ്പൊ പഠിച്ചു വെക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ AI ക്ലിനിക് ഏതാണ്? ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഗ്രേറ്റർ നോയിഡ. രാജ്യത്തെ ആദ്യ പൂർണ്ണ കടലാസ് രഹിത കോടതിയായി മാറിയത് ഇതാണ്? കൽപ്പറ്റ കോടതിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന പരീക്ഷകളിൽ 1 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ്? രാജ്യത്തെ ആദ്യ പൂർണ്ണ കടലാസ് രഹിത കോടതിയായി മാറിയത് ഏതാണ്? കൽപ്പറ്റ കോടതിയാണ്. കാരണം എന്താണ്? കേസ് ഫയൽ ചെയ്യുന്നത് മുതൽ വിധി പ്രസ്താവന വരെ ഡിജിറ്റലായി മാറി കേട്ടോ. അപ്പൊ കേസ് ഫയൽ ചെയ്യുന്നത് മുതൽ വിധി പ്രസ്താവന വരെ ഡിജിറ്റലായി മാറി. അടുത്ത പോയിന്റ് നോക്കാം. പട്ടാപ്പകൽ മാത്രമല്ല പാതിരാത്രിയിലും സ്ത്രീക്ക് സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ കഴിയുന്ന നഗരങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയ നഗരം ഏതാണ്? പുതിയ റിപ്പോർട്ട് പ്രകാരം ബംഗളൂരു ആണ് കേട്ടോ. അപ്പം പഠിച്ചു നോക്കണം. അടുത്തിടെ പ്രഖ്യാപിച്ച റിപ്പോർട്ട് പ്രകാരം പട്ടാപ്പകൽ മാത്രമല്ല പാതിരാത്രിയിലും സ്ത്രീക്ക് സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ കഴിയുന്ന നഗരങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയത് ഏതാണ്? ബംഗളൂരുവാണ്. US ലോസ് ഏഞ്ചൽസിലെ പ്രശസ്തമായ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള ചിത്രം ഏതാണ്? ഭ്രമയുഗമാണ് കേട്ടോ. അപ്പൊ US ലോസ് ഏഞ്ചൽസിലെ പ്രശസ്ത ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള ചിത്രം ഏതാണ്? ഭ്രമയുഗമാണ്. 2026 ജനുവരിയിൽ ഇന്ത്യയുടെ 92ാമത് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയതാരാണ്? ആര്യൻ വർഷണയാണ് കേട്ടോ. ആര്യൻ വർഷണയാണ്. അപ്പൊ 2026 ജനുവരിയിൽ ഇന്ത്യയുടെ 92ാമത് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയതാരാണ്? ആര്യൻ വർഷണയാണ്. സംസ്ഥാന സർക്കാരിന്റെ 2026 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത നാഗസ്വര വിദ്വാൻ ആരാണ്? തിരുവിഴ ജയശങ്കർ ആണ് കേട്ടോ. തിരുവിഴ ജയശങ്കർ ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഹരിവരാസന പുരസ്കാരം. പഠിച്ചു വെച്ചോളൂ. സംസ്ഥാന സർക്കാരിന്റെ 2026 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത നാഗസ്വര വിദ്വാൻ ആരാണ്? തിരുവിഴ ജയശങ്കർ ആണ്. സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാണ് NS മാധവനാണ്. സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? NS മാധവൻ. 2026 ജനുവരിയിൽ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല ഏതാണ്? കൊല്ലത്താണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കുക. 2026 ജനുവരിയിൽ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല ഏതാണ്? കൊല്ലത്താണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായതാരാണ്? കണ്ണൂരാണ് കേട്ടോ. 1228 പോയിന്റ് പ്രകാരം കേട്ടോ. അപ്പൊ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായതാരാണ്? കണ്ണൂർ ജില്ലയാണ്. വേദി എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. വേദി തൃശ്ശൂരാണ്. ചാമ്പ്യന്മാര് കണ്ണൂരും വേദി തൃശ്ശൂരുമാണ്. ഇന്ത്യ ഓപ്പൺ 2026 ടൂർണമെന്റിൽ വനിതാ സിംഗിൾസ് വിജയിച്ചത് ആരാണ്? ആൻസെ യൂങ് ആണ് കേട്ടോ. ദക്ഷിണ കൊറിയൻ താരമാണ് ആൻസെ യൂങ്. അപ്പൊ ഇന്ത്യ ഓപ്പൺ 2026 ടൂർണമെന്റിൽ വനിതാ സിംഗിൾസ് വിഭാഗത്തിൽ വിജയിച്ചതാരാണ്? ആൻസെ യൂങ് ആണ്. ദക്ഷിണ കൊറിയൻ താരമാണ് ആൻസെ യൂങ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെ പറ്റി വിവരം നൽകുക, നിയമങ്ങളും ചട്ടങ്ങളും സംബന്ധിച്ച സംശയ നിവാരണം തുടങ്ങിയവ ലക്ഷ്യം വെച്ച് തദ്ദേശ വകുപ്പ് ആരംഭിക്കുന്ന AI കോൾ സെന്റർ ആണ് സ്മാർട്ടി കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്മാർട്ടി. അപ്പൊ എന്താണ് സ്മാർട്ടി എന്ന് പറഞ്ഞാൽ? തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെ പറ്റി വിവരം നൽകുക, നിയമങ്ങളും ചട്ടങ്ങളും സംബന്ധിച്ച സംശയ നിവാരണം തുടങ്ങിയവ ലക്ഷ്യം വെച്ച് തദ്ദേശ വകുപ്പ് ആരംഭിക്കുന്ന AI കോൾ സെന്റർ ആണ് സ്മാർട്ടി. അടുത്ത് നോക്കാം. വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠനത്തോടൊപ്പം കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹം പദ്ധതിയാണ്. വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠനത്തോടൊപ്പം കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനും
ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? നോർത്ത് ബേ ആൻഡമാൻ കടലിലാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? നോർത്ത് ബേ ആൻഡമാൻ കടലിലാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഈ സമൃദ്ധയാണ്. അപ്പൊ മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഈ സമൃദ്ധ. അടുത്ത പോയിന്റ് നോക്കാം. അതിവേഗം മുറിവുണക്കാൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ച മെഡിക്കൽ ഉൽപ്പന്നം ഏതാണ്? കോളിഡേം ആണ് കേട്ടോ. കോളിഡേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോളിഡേം. അപ്പൊ എന്താണ് കോളിഡേം? അതിവേഗം മുറിവുണക്കാൻ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ച മെഡിക്കൽ ഉൽപ്പന്നമാണ് കോളിഡേം. അതിവേഗ മുറിവുണക്കാൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ച മെഡിക്കൽ ഉൽപ്പന്നമാണ് കോളിഡേം. കേരള കലാമണ്ഡലത്തിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ മലയാളി മുസ്ലിം വനിത ആരാണ്? ഹുസ്ന ഫാനു സുനജൻ ആണ് കേട്ടോ. അപ്പൊ ആരാണ്? കേരള കലാമണ്ഡലത്തിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ മലയാളി മുസ്ലിം വനിത ആരാണ്? ഹുസ്ന ഫാനു സുനാജൻ. മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയം എത്രയാണ്? 687 രൂപയാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയം എത്രയാണ്? 687 രൂപയാണ്. നമുക്കറിയാം മെഡിസപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള സർക്കാർ ജീവനക്കാരുടെ കേരള സർക്കാർ റിട്ടയർഡ് ആയ പെൻഷനേഴ്സിന്റെയും എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് എന്ന് പറഞ്ഞത്. ആ മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയമാണ് 687 രൂപ. കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം എന്താണ്? സവിശേഷ എന്നാണ് പേര് കേട്ടോ. അപ്പൊ കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം എന്താണ്? സവിശേഷ സർഗോത്സവമാണ്. വേദി തിരുവനന്തപുരമാണ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന ടാബ്ലോ ഏതാണ്? വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും. അപ്പൊ 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന ടാബ്ലോ ഏതാണ്? വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും. രാജ്യത്തിലാദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ചത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ് കേട്ടോ. അപ്പൊ രാജ്യത്തിലാദ്യമായി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൗതുകമാർന്നൊരു ചോദ്യം കൂടാണ്. അപ്പൊ എന്താണ്? രാജ്യത്തിലാദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മാണു എന്താണ്? ബാസിലസ് സബ്റ്റിലസ് ആണ്. നമുക്കറിയാം കേരളത്തിന്റെ സംസ്ഥാന മൃഗം, സംസ്ഥാന പക്ഷി എന്ന് പറയുന്നതിന്റെ കൂട്ട് തന്നെ കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മാണുവിനെ ഈ അടുത്തിടെ പ്രഖ്യാപിച്ചു. ഏതാണ്? ബാസിലസ് സബ്റ്റിലസ് ആണ് കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മാണു. കേരളത്തിലെ ആദ്യ 3D കമ്പ്യൂട്ടർ ഗെയിം ഏതാണ്? തെക്ക് ഐലൻഡ് ആണ്. തെക്ക് ഐലൻഡ് എന്ന് പറഞ്ഞ ഗെയിമാണ്. അപ്പൊ കേരളത്തിലെ ആദ്യ 3D കമ്പ്യൂട്ടർ ഗെയിം ഏതാണ്? തെക്ക് ഐലൻഡ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വിവരങ്ങൾ കണ്ടെത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? ECI നെറ്റ് ആണ് കേട്ടോ. ECI നെറ്റ്. അപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വിവരങ്ങൾ കണ്ടെത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? ECI നെറ്റ്. അടുത്ത പോയിന്റ്, ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റെയിൽവേ പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? റെയിൽ മൈത്രി ആണ് കേട്ടോ. അപ്പൊ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റെയിൽവേ പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? റെയിൽ മൈത്രിയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ഏതാണ്? പഞ്ചമാണ് കേട്ടോ. പഞ്ചം. അപ്പൊ എന്താണ്? ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ഏതാണ്? പഞ്ചം. അടുത്ത നോക്കാം.
പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? അക്ഷരം ആരോഗ്യമാണ്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? അക്ഷരം ആരോഗ്യം. 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ ശാസ്ത്രജ്ഞയാരാണ്? ഡോക്ടർ ടെസി തോമസ് ആണ്. 2024 പുരസ്കാരം ഈ 2026 ജനുവരി മാസമാണ് പ്രഖ്യാപിച്ചത് കേട്ടോ. അപ്പൊ 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ ശാസ്ത്രജ്ഞ ആരാണ്? ഡോക്ടർ ടെസി തോമസ് ആണ്. ഡോക്ടർ ടെസി തോമസ് ആണ്. സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പൊ സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് മികച്ച ടാബ്ലോയ്ക്കുള്ള 1ാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്രയാണ് കേട്ടോ. മികച്ച ടാബ്ലോയ്ക്കുള്ള 1ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. അവരുടെ ടാബ്ലോ എന്ന് പറയുന്നത് ഗണേശോത്സവം അതുപോലെ തന്നെ ആത്മനിർഭരതയുടെ പ്രതീകം. ഗണേശോത്സവം ആത്മനിർഭരതയുടെ പ്രതീകം എന്ന ടാബ്ലോയ്ക്കാണ്, മഹാരാഷ്ട്രയുടെ ടാബ്ലോയ്ക്കാണ് 1ാം സ്ഥാനം കിട്ടിയത്. കേരളത്തിന്റെ ടാബ്ലോയ്ക്ക് 3ാം സ്ഥാനമാണ് ലഭിച്ചത്. അടുത്ത പോയിന്റ്, മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതാണ്? മദർ മേരി കംസ് ടു മീ എന്ന് പറഞ്ഞ കൃതിയാണ്. അത് അരുന്ധതി റോയുടെ പുസ്തകമാണ്, കൃതിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ, മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതാണ്? മദർ മേരി കംസ് ടു മീ. രചിച്ചതാരാണ്? അരുന്ധതി റോയ് ആണ്. 2026 ജനുവരിയിൽ വിമാനാപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ആരാണ്? അജിത് പവാറാണ്. 2026 ജനുവരിയിൽ വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ആരാണ്? അജിത് പവാറാണ്. ദേശീയ മാദക യുവ ഗ്രാമസഭാ പുരസ്കാര മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ കേരളത്തിലെ നവോദയ വിദ്യാലയം ഏതാണ്? കണ്ണൂർ നവോദയ വിദ്യാലയമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ദേശീയ മാദക യുവ ഗ്രാമസഭ പുരസ്കാര മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ കേരളത്തിലെ നവോദയ വിദ്യാലയം ഏതാണ്? കണ്ണൂർ നവോദയ വിദ്യാലയം. കേരള സംസ്ഥാന ചരിത്രത്തിലെ 4ാമത്തെ നീളമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാരാണ്? KN ബാലഗോപാലാണ്. 2 മണിക്കൂർ 52 മിനിറ്റ് ആണ് അതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. അപ്പൊ കേരള സംസ്ഥാന ചരിത്രത്തിലെ 4ാമത്തെ നീളമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരാണ്? KN ബാലഗോപാൽ. ലെങ്ത് എത്രയാണ്? 2 മണിക്കൂർ. ദൈർഘ്യം എത്രയാണ്? 2 മണിക്കൂർ 52 മിനിറ്റ് ആണ്. അടുത്ത നോക്കാം. ഭൗതിക വെല്ലുവിളിയുള്ളവർക്ക് പ്രാദേശിക തലത്തിൽ പരിചരണം ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് അൻപ് വീട് പദ്ധതി. അപ്പൊ എന്താണ്? ഭൗതിക വെല്ലുവിളിയുള്ളവർക്ക് പ്രാദേശിക തലത്തിൽ പരിചരണം ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് അൻപ് വീട് പദ്ധതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് ജനുവരി മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്യാനൂടെ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ച്, ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാം, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ബേസ്ഡ് ക്ലാസ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഴ്സ് ഫീ 200 രൂപയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. 6 മാസത്തെ കാലാവധിയുണ്ട്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഇനി ഒരുപാട് പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ സെറ്റ് ആക്കി വെക്കാം. ഡെയിലി ക്ലാസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ബാച്ച് ഉപകാരപ്രദമാവുന്നതാണ്. കാരണമല്ല, നമ്മൾ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആകുമ്പോൾ നമുക്ക് അന്നേരം തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്തും റിവിഷൻ ബേസും ഒക്കെ ചെയ്ത് നമുക്ക് അപ്പം തന്നെ പഠിച്ചു പോകാം. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് 20ഉം 10ഉം മാർക്കുകളൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ഉള്ള മാർക്ക് റേഞ്ച് വരുന്നത്. അപ്പം ആ ഒരു മാർക്കൊക്കെ നമുക്ക് 20ൽ 20ഉം അതുപോലെ തന്നെ 10ൽ 10ഉം ഒക്കെ നമുക്ക് സെറ്റാക്കി അങ്ങ് പോവാം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാക്കിയുള്ള കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ടൊക്കെ നമ്മൾ അപ്ഡേറ്റ്സുകളും ക്ലാസ്സുകളുമായിട്ടൊക്കെ ഉടനെ തന്നെ എത്തുന്നതാണ്. ചാനൽ മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. താങ്ക് യു.